ഞാനിപ്പോൾ നാത്തൂൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടേ. ഇതിന് മുന്നേ ഞാൻ ഇങ്ങോട്ട് വരുന്ന വീഡിയോ, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതലുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ട് എടുത്തത് കൊണ്ടാണ് ഇത്തവണ ഇവിടെ എത്തിയതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മളവിടെ ചെന്നപ്പം തന്നെ അവർ ചിക്കനൊക്കെ വാങ്ങിച്ച് അത് കറിയാക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ തുടങ്ങി. വീട്ടിലൊരു ഇല പോലും മറിച്ചിടാത്ത എൻ്റെ മോൾ ഇവിടെ ഒന്ന് വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ കാണണമെങ്കിൽ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലോ കുടുംബ വീട്ടിലോ ഒക്കെ പോയാലേ എൻ്റെ മോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു സന്ധ്യ സമയമായി ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ടി വി ഒക്കെ കാണുന്നൊരു സമയമാണ്. പിന്നെ വെളിയിൽ മഴയുടേതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അകത്ത് വന്ന് കട്ടനൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ചു, വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. ഇവർ ഈ അകത്ത് വിളക്ക് വയ്ക്കുന്ന സമയത്ത് പുറത്തും വിളക്ക് വയ്ക്കാറുണ്ട്. ഇതേപോലെ ഒരു കുഞ്ഞു വിളക്ക് കത്തിച്ച് വയ്ക്കാറുണ്ട്. നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഇവിടെ വന്നപ്പോഴാണ് ഞാനത് കാണുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോയപ്പോൾ ഇവിടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടപ്പുറത്തിരിക്കുന്ന കോഴിക്ക് കഞ്ഞി വയ്ക്കുന്ന കാലമാണ്. വേറെ ആരും തെറ്റിദ്ധരിക്കരുത്, നമുക്ക് വേണ്ടി കഞ്ഞി വയ്ക്കുന്നതാണെന്ന്. പിന്നെ അവർ ചേച്ചി ചിക്കനൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കയ്യിലെടുത്ത് തന്നു. ഇത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷമുള്ള സീൻസാണ് കേട്ടോ. അതിന് ഇടയ്ക്കൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ എൻ്റെ മോള് ക്യൂബൊക്കെ നേരെയാക്കുന്നതും പിന്നെ ഇളയാൾ ബുക്കിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നതുമായിട്ടുള്ള കാഴ്ചയാണ് ഇതിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഉച്ച നേരമൊക്കെ ആയപ്പോൾ മഴയുടെ ആ ഒരു ഇതൊക്കെ മാറി നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. നല്ല രസമുണ്ടല്ലോ ഈ സംഭവം. ഞാൻ ഈ ഒരു സംഭവം മഴവിൽ സിനിമയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇവർ ഈ ഇടയ്ക്കാണ് ഈ ഒരു സാധനം വാങ്ങിച്ചത് കേട്ടോ. പോകാൻ സമയം വരെ നമുക്ക് കൈതച്ചക്കയൊക്കെ തന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ കുറച്ച് കലാപരിപാടികളിലേക്ക് പോയി. നാത്തൂൻ്റെ ഹസ്ബൻഡ് അത്യാവശ്യം പാടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ മക്കൾ അങ്ങനെ ആ കലാപരിപാടികൾക്ക് ശേഷം നമ്മൾ അടുക്കളയിലേക്ക് വന്ന് സ്നാക്സും കട്ടനൊക്കെ കുടിച്ച് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, ടാറ്റ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.